മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മാർക്കറ്റ് സത്യം പറഞ്ഞാൽ ഞാനിന്ന് ക്യാപ്ഷനിൽ പറഞ്ഞേക്കുന്ന ഒരു ഹണി ട്രാപ്പായിരുന്നു അല്ലേ. മാർക്കറ്റ് ഇന്ന് ഭയങ്കരമായിട്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് എന്താ സംഭവിച്ചത്, ആ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പം ഇന്നലെ രാത്രിയിൽ വന്ന ഒരു ന്യൂസിൻ്റെ ബേസിലാണ് മാർക്കറ്റ് ഇന്ന് പറഞ്ഞത്. ഡൗ ജോൺസ് 10-600 പോയിന്റ് പറന്നു, അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ശരിക്കും നമ്മളെ പെടുത്തി എന്ന് മാത്രം പറഞ്ഞാൽ മതി, വേറെ കൂടുതലൊന്നും പറയാനില്ല. 10-200 പോയിന്റ് ഗ്യാപ്പപ്പിൽ 150 പോയിന്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മളിവിടെ ട്രെൻഡ് ലൈൻ വരച്ചായിരുന്നു അല്ലേ. ആ ട്രെൻഡ് ലൈൻ വരച്ച് ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് എത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എത്തുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ താഴെ പിന്നെ 646 ഉള്ളത് നോക്കണം, അവിടുന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ താഴോട്ട് വരും എന്നാണ് പറഞ്ഞത്. എന്തായാലും ദൈവം സഹായിച്ച് നമ്മൾ പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെ മാർക്കറ്റ് സംഭവിക്കും. ഇപ്പോൾ ഇന്നലെ ആണെങ്കിൽ ചിലർ ഈ ട്രെൻഡ് ലൈൻ കുറച്ചുകൂടെ മാറ്റി വരച്ച്, ചിലർ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരച്ച് ഈ രീതിയിൽ ഇങ്ങനെ വരച്ചവരുണ്ട്. ഇങ്ങനെ വരച്ചവരും അവർക്കും പ്രോഫിറ്റ് കിട്ടി. അവർ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഫസ്റ്റ് സെഷനിൽ തന്നെ അവർ വന്ന് തട്ടി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുകളാണ് വര, മനസ്സിലായില്ലേ. വരകൾക്കതിൽ പല രീതിയിൽ പലർക്കും പല കാഴ്ചപ്പാടുകളാണ്. അപ്പം അവരവരുടെ കാഴ്ചപ്പാട് വരയ്ക്കുക, അത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ ശരി തന്നെയാണ്. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, അതിനകത്തിൽ എൻ്റെ കാഴ്ചപ്പാടല്ല. ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണ്, മനസ്സിലായില്ലേ. അപ്പോൾ ആ വ്യൂ അവർക്ക് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പിന്തുടരുക. ഇപ്പോൾ ഇങ്ങനെ വരച്ചവർ ആരും ഞാൻ കുറ്റം പറയത്തില്ല. അവർക്ക് ഫസ്റ്റ് ആദ്യത്തെ 15-30 മിനിറ്റ് 20-30 മിനിറ്റിനകത്ത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് പോകാൻ പറ്റി. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു മണിക്കൂറോടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പിന്നെ താഴെ ഞാൻ വരച്ച ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് എത്തിയത്. അപ്പം എന്താണ് ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞു, അപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു ആവർത്തന നിരസത തോന്നും, എങ്കിലും നിങ്ങൾ ക്ഷമിക്കുക, യൂട്യൂബിലുള്ളവർ അറിയണ്ടേ. നമ്മൾ ഇത് ഒരു ക്ലിയർ ട്രാപ്പായിരുന്നു. ഇന്നലെ ഡൗ ജോൺസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ 10-600 പോയിന്റ് മാർക്കറ്റ് കയറി അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇല്ലേ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ രാവിലെ ആ ഗ്യാപ്പ് അപ്പ് ആർക്കും ആ ഗ്യാപ്പ് അപ്പിൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർക്കറ്റ് കറക്റ്റായിട്ട് തിരിച്ച് താഴോട്ടിറങ്ങി വന്നു ഇല്ലേ. അപ്പം നമ്മൾ ആദ്യം ഒരു ന്യൂസ് കേൾക്കുമ്പം ആ ന്യൂസിൻ്റെ ജെനുവിനിറ്റി നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടതാണ്. ആ ന്യൂസിൻ്റെ ജെനുവിനിറ്റി എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. ഓക്കെ, ആ ന്യൂസ് കേട്ട ന്യൂസ് അത് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ എത്രത്തോളം സ്വാധീനിക്കും, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പാക്റ്റാണ് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇന്നലെ വന്ന ന്യൂസ് എന്താണ്? ഉടൻ തന്നെ യുദ്ധം അവസാനിക്കാൻ പോകുന്നു, 2 ദിവസത്തിനകം തന്നെ ഞങ്ങൾ ഇതെല്ലാം പരിപാടിയെല്ലാം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് ഡൗ ജോൺസ് ഇന്നലെ പറഞ്ഞത്. അതിനനുസരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ പറഞ്ഞത്. ഓക്കെ, രാവിലെ ഇന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പം സംഗതി മൊത്തം മാറി. ഇന്നലെ $103 നിന്നിരുന്ന ഞാൻ പറഞ്ഞു, ഇന്നലെ $103 നിന്നിരുന്ന ക്രൂഡ് നേരെ $96-97 ഇല്ലേ. ഇതിന് ശേഷം ഇപ്പം നിങ്ങൾ ക്രൂഡ് നോക്കിക്കേ, ഇപ്പം ക്രൂഡ് ഓടുന്നത് ഏകദേശം $100 മുകളിലാണ്. $100 കാരണം ഇത് വെറും തട്ടിപ്പ് പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, ട്രംപിൻ്റെ വായി കിടക്കുന്ന നാക്ക് മാത്രമാണ് മാർക്കറ്റിനെ നയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ട്രാപ്പായി പോകരുത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പേഷ്യൻസ് ആണ്, ഏറ്റവും കൂടുതൽ ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമുക്ക് ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കുക. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും, ഓക്കെ, സമ്മതിച്ചു. ആ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഓക്കെ, മാർക്കറ്റ് ഇന്ന് നോക്കിക്കേ, ഇന്ന് മാർക്കറ്റ് ക്ലിയർ ആയിട്ട് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് നേരെ താഴോട്ട് വന്നു ആടിക്കളിച്ചു നേരെ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സെഷനിൽ തന്നെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ നല്ല രീതിയിൽ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. ഇവിടെ എക്സിറ്റ് ആകാൻ ധാരാളം ആൾക്കാർ എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഈ 23,800 താഴെ വന്നപ്പോൾ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു റീടെസ്റ്റ് നമുക്ക് അവിടെ കിട്ടിയായിരുന്നു അല്ലേ. നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ആ റീടെസ്റ്റ് മനസ്സിലാവും. മാർക്കറ്റ് താഴെ വന്നു, നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഒരു എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ ഇല്ല. കാരണം എന്താണ്, പെട്ടെന്ന് തന്നെ മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഇല്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്തു, എന്താ സംഭവിക്കുന്നത് നോക്കി. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു അല്ലേ. റീടെസ്റ്റ് ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു 23,800
സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ മാത്രമേ മുകളിലോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു പ്രോഫിറ്റ് എങ്ങനെ ഈ വേർഡാണ് ഞാൻ ഉപയോഗിച്ചത്. ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു. മാർക്കറ്റ് അതിന് ശേഷം നേരെ നമ്മൾ വരച്ച ട്രെൻഡ് ലൈനിൽ തന്നെ എത്തി കൃത്യമായിട്ട് 646 ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ ഈ വരച്ച ട്രെൻഡ് ലൈനിൻ്റെ ഞാൻ മാറ്റി വരച്ചവരെ കുറ്റം പറയുക അങ്ങനെയല്ല, നിങ്ങളുടെ വര കറക്റ്റ് തന്നെയാണ്, ഞാൻ അംഗീകരിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഈ വരച്ച വര അതിൻ്റെ മനോഹാരിത നോക്കിയേ, കൃത്യമായിട്ട് മാർക്കറ്റ് നമ്മളുടെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയി അല്ലേ? ബ്രേക്ക് ചെയ്ത് താഴെ പോയി നമ്മുടെ 646 സപ്പോർട്ട് എടുത്തതിന് ശേഷം ഇത് തിരിച്ച് റിജക്റ്റ് ചെയ്ത് എവിടെയാണ് ക്ലോസ് ചെയ്തത്? കൃത്യമായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനിലാണ് ക്രോസ് ചെയ്തത് ഇല്ലേ? ഇതാണ് ഇതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനാണ് ആ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. നോക്കിക്കേ നിങ്ങൾ അല്ലേ? ക്ലോസ് ചെയ്തേക്കുക. എന്നതിന് ശേഷം അവിടുന്ന് നമുക്ക് ഒരു നല്ലൊരു ഗ്രീൻ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, റിജക്ഷൻ ക്യാൻഡിൽ, അവിടുന്ന് മാർക്കറ്റ് ബയർ ആക്റ്റീവായിട്ട് മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് കയറിപ്പോയി. പിന്നെ അതിന് ശേഷം കുറച്ച് പതുക്കെ താഴോട്ട് വന്നു. ഇത് സെൻസെക്സിൻ്റെ ഹംഗാമയാണ്. അരിഞ്ഞ് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരുന്നു. സെൻസെക്സിൽ പ്രീമിയം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ. ഇത് പോട്ടെ, ഇത് നമുക്കുള്ള വിഷയമല്ല. പക്ഷേങ്കിൽ ഇവിടെ ഞാൻ ഈ വരച്ച ട്രെൻഡ് ലൈനിൻ്റെ മനോഹാരിത പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, കൃത്യമായിട്ട് നമുക്കിവിടെ ഒരു റീടെസ്റ്റ് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ വരച്ച വഴി ഇവിടെ കൊണ്ട് നമ്മളെ ട്രേഡ് അവസാനിച്ചു. ഇതിന് ശേഷം നമുക്ക് ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മളുടെ അവസരത്തിന് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുക. ആ അവസരം വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. ട്രേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് കിട്ടിയില്ല, അത്രമാത്രം. ഒരു ദിവസം ട്രേഡ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പറ്റും. ഞാനിതൊക്കെ എന്നും ആവർത്തന ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും. എങ്കിലും നിങ്ങളുടെ പൈസ പോകും. എനിക്കറിയാം ധാരാളം ആൾക്കാർക്ക് ഈ ദിവസങ്ങളിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് നഷ്ടം വന്നിട്ടുണ്ട്. എനിക്കറിയാം. കാരണം ഈ നാളുകളിലെ മാർക്കറ്റ് അങ്ങനെ തന്നെയാണ്. നമുക്ക് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാനോ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ഊഹങ്ങൾക്കോ പ്രൊഡിക്ഷൻസിനോ ഒന്നും വില കൽപ്പിക്കാത്ത രീതിയിലുള്ള മാർക്കറ്റാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ സംയമനം പാലിച്ച് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നിന്ന് വഴിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വഴിക്കാം. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഒരു ട്രേഡർ എന്ന രീതിയിൽ ഇവിടെ നിലനിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് വിജയിച്ചു. ഇനിയുള്ള മുന്നോട്ടുള്ള മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റും. ഓക്കെ, അല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല, എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് സാറേ എനിക്ക് പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് പോകാൻ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. വെറുതെ വീണ്ടും പൈസ കളയരുത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് ക്ഷമ വേണം. നമ്മുടെ അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ ഒരു അവസരം വന്നെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ഒരു പാറ്റേൺ നമ്മൾ ഇന്നലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ആ ട്രെൻഡ് ലൈൻ ആ ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ട്രെൻഡ് ലൈൻ ഇവിടെ കിടന്നോട്ടോ. പക്ഷേ ഇന്നലെ ഞാൻ ഒരു കാര്യം നിങ്ങൾ വരച്ച് കാണിച്ചിരുന്നു. മാർക്കറ്റ് എന്താണ് സംഭവിച്ചത്? 23,800 താഴോട്ട് വന്നതിന് ശേഷം താഴെ പോയി, വീണ്ടും മാർക്കറ്റ് ഇവിടെ വന്നു, വീണ്ടും ഇങ്ങനെ വന്നു, വീണ്ടും തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി മാർക്കറ്റ് തിരിച്ച് താഴെ ഇവിടെ വരെ വന്നു. അങ്ങനെ ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് 23,500 ടെസ്റ്റ് ചെയ്യണം. അതും പൊട്ടിയാൽ നമുക്ക് ഈ ഏരിയയിൽ മാർക്കറ്റ് തിരിച്ചെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇന്നൂടെ ഞാൻ വരയ്ക്കാം, ഇന്നൂടെ ഞാൻ പറയാം. മാർക്കറ്റ് ഒരിക്കൽ ഇവിടെ ടെസ്റ്റ് ചെയ്തു ഇല്ലേ? മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് പൊട്ടി മാർക്കറ്റ് വന്നു, ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ച് കയറിപ്പോയി, മാർക്കറ്റ് മുകളിൽ പോയി, വീണ്ടും ഈ 23,336 ടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയി, വീണ്ടും ടെസ്റ്റ് ചെയ്തില്ല, ഇവിടം വരെ വന്നുള്ളൂ അല്ലേ? ഇവിടം വരെ വന്നുള്ളൂ, വീണ്ടും മാർക്കറ്റ് മുകളിൽ പോയി, വീണ്ടും ഈ ഒരു രീതി പാറ്റേൺ രൂപപ്പെടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ 23,500 ടെസ്റ്റ് ചെയ്ത് താഴെ പോയാൽ നമുക്ക് 23,336 ഈ ലെവലൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം ഓടുന്നത് 23,492. ഓക്കെ, നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. നമ്മളുടെ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം നോക്കിക്കേ, ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓടുന്നത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം
23,616 നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത് 492 ഏകദേശം 120 പോയിൻ്റ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എന്താണ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. നിലവിലത്തെ ന്യൂസുകളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ട്രംപ് ഒരു ഡയലോഗ് പറഞ്ഞു, ഞങ്ങൾ 2 ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക, എല്ലാം സെറ്റായി, ഒരു സാധനം കൊണ്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ റെഡിയാകുന്നു. പക്ഷേങ്കിൽ തിരിച്ച് അവർ പറഞ്ഞ ഡയലോഗ്, ഇന്ന് അവർ പറഞ്ഞ ഡയലോഗുകൾ നിങ്ങൾക്ക് കേൾക്കണം. ഏറ്റവും പ്രധാനമായിട്ടും ഈ പ്രശ്നം ഉടക്കി നിൽക്കുന്ന, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഉടക്കി നിൽക്കുന്നത് അവിടുത്തെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ പ്രശ്നമാണ്. ഈ യുറേനിയത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ യുറേനിയം ഒരു കാരണവശാലും ഇറാനിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല എന്ന് ഇന്ന് ഖമേനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും ഞങ്ങളുടെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പുറത്ത് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പം തന്നെ ഉടക്കായി. ഓക്കെ, ഈ ഒരു ഡയലോഗ് വന്നപ്പോൾ തന്നെയാണ് മാർക്കറ്റ് ഇപ്പം പൊട്ടാൻ തുടങ്ങിയത് നമ്മുടെ സെഷന് ശേഷം. മനസ്സിലായി? ഇനിയും ഒരടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാത്ത രീതിയിലുള്ളൊരു ആക്രമണമായിരിക്കും ഇറാൻ്റെ ഭാഗത്തുണ്ടാകുന്നതെന്ന് അവർ വീണ്ടും വെല്ലുവിളിച്ചിട്ടുണ്ട്. അടുത്ത മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഏകദേശം 40 വെസൽസ് പൈസ കൊടുത്ത്, ക്യാഷ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ടോള് കൊടുത്ത് ഇറാന് കൊടുത്ത് ഹോർമോസ് കടന്നിട്ടുണ്ട്. മനസ്സിലായി പറയും? ഇതൊക്കെ എന്താണ്? നെഗറ്റീവ്. പറഞ്ഞ പരിപാടി നെഗറ്റീവാണ്. ഇന്ത്യക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഈവൻ ഒരു ബാരലിന് $1 കൊടുത്താൽ പോലും എത്രയോ ലക്ഷക്കണക്കിന് ഡോളർ നമ്മൾ ടോളായിട്ട് കൊടുക്കണം. നിങ്ങൾക്കറിയാമോ? ഒരു ബസ്സിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറയല്ല, ലക്ഷക്കണക്കിന് ലിറ്റർ അല്ലെങ്കിൽ ബാരലുകളാണ് ഒരു വെസലിനകത്ത് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പം ഒരു ബാരലിന് $1 വെച്ച് കൊടുത്താൽ തന്നെ, ലെവി കൊടുത്താൽ അല്ലെങ്കിൽ ഈ ടോള് കൊടുത്താൽ തന്നെ ഇന്ത്യ ധാരാളം പൈസ കൊടുക്കേണ്ടി വരും. അത് ഒരിക്കലും ഇതിപ്പം മൊത്തത്തിൽ പണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കഥ പറഞ്ഞ പോലെ, തിരുമേനി പറഞ്ഞ കഥ പറഞ്ഞ പോലെ, പട്ടിക്കിതൊരു കളിയാണ്, കമ്പ് പോകുന്നത് നമ്മളുടെയാണ്. അപ്പം ഈ ചുമ്മാതിരുന്ന ഒരു പ്രശ്നം അത് വെറുതെ കുത്തിപ്പൊക്കി ഈ വഴിക്കാക്കി. ഓക്കെ, ഇനി ഇതെന്തായി തീരും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ അവശേഷിച്ചിരിക്കുകയാണ്. ഇവർക്കാർക്കും ഒരു കുഴപ്പമില്ല. പ്രശ്നം മുഴുവൻ നമ്മളെപ്പോലെയുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ ക്രൈസിസ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ മന്ത്രിസഭാ യോഗമുണ്ട്, ഇന്ത്യയുടെ മന്ത്രിസഭാ യോഗമുണ്ട്. അത് എല്ലാ മന്ത്രിമാരും സഹമന്ത്രിമാരും എല്ലാം ഡൽഹിയിൽ കാണണമെന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുമാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത് നമുക്കറിയത്തില്ല. അതുകൂടെ നമുക്ക് നോക്കണം. മോദി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മുണ്ട് മുറുക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുമ്പം, ഇതെല്ലാം കൂടെ നമ്മൾ ക്രോഡീകരിച്ച് പഠിക്കുമ്പം മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഞാനത് ഇന്നലെ പറയാൻ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ സ്റ്റാൻഡ് തന്നെ. അപ്പം പലരും എന്നോട്, സാറിന് ഇത് ബെയറിഷ് മാത്രമേ ഉള്ളൂ, ബുള്ളിഷ് അല്ലേ, ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ പഠനം, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ചിന്തകളും വായനകളും പഠനങ്ങളും എല്ലാം ക്രോഡീകരിച്ച് ചിന്തിക്കുമ്പം എനിക്കിങ്ങനെ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് FISൻ്റെ ഷോർട്ട് പൊസിഷൻ ഇട്ടിരുന്നു. കഴിഞ്ഞ 20 ദിവസമായിട്ട് FISൻ്റെ ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88, 89, 87, 86 റേഞ്ചിലാണ്. അതായത് 86 to 89 എന്ന റേഞ്ചിലാണ് FISൻ്റെ ഷോർട്ട് പൊസിഷൻ കഴിഞ്ഞ 20 ദിവസമായിട്ട്. ഒരു കാരണവശാലും ഇവർ ഈ ഷോർട്ട് പൊസിഷൻ കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനർത്ഥം എന്താണ്? നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം മാർക്കറ്റിനെ പഠിക്കുക. എന്തെങ്കിലും 5 മിനിറ്റിനോ 10 മിനിറ്റിനോ 1 മണിക്കൂറത്തേക്കോ നമ്മൾ എന്തെങ്കിലും കാഴ്ചകൾ മാർക്കറ്റിൽ കണ്ട് അതിൻ്റെ പുറകെ പോകാതെ നമ്മൾ ആദ്യം മാർക്കറ്റിലെ റിയാലിറ്റി മനസ്സിലാക്കുക. എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്? ഈ വരുന്ന വാർത്തകൾ എങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കും? എങ്ങനെ മാർക്കറ്റ് എങ്ങനെ അഡ്മിറ്റ് ചെയ്യും? അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് മാത്രമേ എടുത്തു ചാടാവൂ. അല്ലാതെ ഒരു അരിശത്തിന് എടുത്ത് ചാടാൻ പിന്നെ 100 അരിശത്തിന് തിരിച്ചു കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്ഷമ അത്യാവശ്യമാണ്. വേറെ എനിക്കൊന്നും പറയാനില്ല.
വേറെ ഒന്നും പറയാനില്ല. ക്ഷമ അത്യാവശ്യമാണ്. ഇന്ന് പലരും ക്ഷമയോടെ ട്രേഡ് എടുത്ത് ആ ട്രെൻഡ് ലൈനിൽ എത്തിയപ്പോൾ എക്സിറ്റ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്. അത് അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നമുക്ക് ചൊവ്വേനേരം ട്രേഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, അവസരങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം ഞാൻ എന്നും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്, പക്ഷേ എനിക്കിതല്ലാതെ നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല. ഇതല്ലാതെ വേറെ എൻ്റെ മുന്നിൽ പറയാനില്ല. ഞാൻ എന്നും ലെവലുകൾ വരയ്ക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 1-2 മാസമായിട്ട് നമ്മൾ വരച്ചിട്ട അതേ ലെവലുകൾ തന്നെയാണ്. വേറെ ഏതെങ്കിലും ഒരു പുതിയ ലെവൽ നമ്മൾ വരച്ചോ? നിങ്ങൾ പറയും, ഏതെങ്കിലും ഒരു പുതിയ ലെവലുകൾ നമ്മൾ വരച്ചോ? ഇല്ല. കാരണം നമ്മൾ ഈ വരച്ചിട്ടേക്കുന്ന ലെവലുകളൊക്കെ കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാനിനിയും പ്രീ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ലെവലുകൾ നോക്കി വൃത്തിയായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ശരിയോ തെറ്റോ ഞാൻ പറയും, നിങ്ങൾ പറയും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നും പുതിയ വരകൾ വരച്ചും അല്ലെ പുതിയ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ടെൻഷൻ അടുപ്പിച്ചോ നിങ്ങളെ വേറെ ഒരു മിസ്ഗൈഡ് ചെയ്യുകയോ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റിൽ കിടപ്പുണ്ട്. ഈവൻ ക്രൂഡിൻ്റെ കാര്യമാണെങ്കിലും പോലും, എൻജിയുടെ കാര്യങ്ങളാണെങ്കിൽ പോലും വരകളെല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്. എന്നും നമ്മൾ പുതുതായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ വരകളൊക്കെ കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞ് എന്നെ തന്നെ ഞാൻ പൂവെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ഇനി എന്താ സംഭവിക്കുന്നത്? ഇനിയിപ്പം മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ മാർക്കറ്റ് ഇപ്പം നിലവിലത്തെ അവസ്ഥയിൽ ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഉള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത്. 100 പോയിൻറ്റിന് താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓടുന്നത്. എനിവേ നമുക്ക് നോക്കാം. രാത്രി ഇനിയും സമയം ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞാൽ കോഴി കൂവാൻ ഇനിയും നേരം ബാക്കിയുണ്ട്. അപ്പോൾ രാവിലെ എന്താ സംഭവിക്കാൻ നോക്കാം, അതിനനുസരിച്ച് നമുക്ക് വോയിസ് ഇടാം. എന്തായാലും ഇപ്പം US ഓയിൽ, അതായത് ക്രൂഡ് ഓയിൽ $100 മുകളിലാണ്. നോക്കിയാൽ മനസ്സിലാകും, $100 മുകളിലാണ്. 96-97 നിന്ന് സാധനമാണ്. $100 മുകളിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നോക്കാം. മാർക്കറ്റ് നാളെ നമുക്ക് ഉള്ളത് ഈ 23,580 എന്ന് പറഞ്ഞ ടെമ്പററി സപ്പോർട്ടില്ലേ, ഈ ടെമ്പററി സപ്പോർട്ട്, ഇതിന് താഴെ മാർക്കറ്റ് പോയാൽ 23,500 നമ്മൾ ടെസ്റ്റ് കാണേണ്ടി വരും. ഓക്കെ, ഇല്ല, നാളെ 648 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ, ചുമ്മാ സസ്റ്റെയിൻ ചെയ്താൽ പോരാ, നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്ത് ഇത് വേണമെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ടെമ്പററി റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരുതാം ഇതിന്. ഓക്കെ, ഇതിന് മുകളിൽ നിൽക്കണം മാർക്കറ്റ്. നാളെ ഇതിന് മുകളിൽ, ഈ ടെമ്പററി ലൈനിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 23,800 മുകളിലോട്ട് കിട്ടും. അങ്ങനെ 23,800 എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കുകയോ ഇല്ലെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ വീക്കെൻഡാണ്, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. താഴോട്ടിറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗണിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 582 താഴെയാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ താഴോട്ട് 582 നോക്കുക, മുകളോട്ടാണെന്നുണ്ടെങ്കിൽ 689 കടക്കാൻ നോക്കുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അല്ല ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 23,500 വേണ്ടി 23,500 വന്ന് എന്ത് സംഭവിക്കും നോക്കുക. അത് പൊട്ടി താഴെ പോകും, അവിടെ തിരിച്ച് കയറുമെന്ന് നോക്കുക. മുകളോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പിൽ, ഇതിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ 23,900 ടെസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കുക. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇന്ന് നമ്മുടെ ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്ലാറ്റ് ആയിരുന്നു. റിലയൻസ് ഇന്നലെ ഒറ്റയ്ക്കാണ് പടം വരുത്തിയത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ചെറിയ നെഗറ്റീവ്, HDFC ഫ്ലാറ്റ്, ICIC ചെറിയ പോസിറ്റീവ്, കോട്ടക്ക് എല്ലാവരും ഇന്ന് ഫ്ലാറ്റായിരുന്നു. ഓക്കെ, അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ നമുക്കില്ല. നമ്മൾ പറയുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആ വരയിൽ തന്നെ നിൽക്കുക. അത് നോക്കി എത്ര ദിവസം കൊണ്ട് ഈ വരയിൽ നിൽക്കുകയാണ്, എത്ര ദിവസം കൊണ്ട്. ഓക്കെ, മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും ഇന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നേരെ സാധനം താഴോട്ട് വരുമായിരുന്നു. കാരണം എന്താണ്? BSE ഇന്ന് പൊട്ടി. ഓക്കെ, BSE ഇന്ന് പൊട്ടി. അതിൻ്റെ കൂടെ തന്നെ വേറെ ആരാണ് പൊട്ടിയത്? കുമിൻസ്, പെർസിസ്റ്റ് സിസ്റ്റം, പിന്നെ വേറെ ആരാണ്? ഹീറോ മോട്ടോകോ ഫ്ലാറ്റായിരുന്നു. അപ്പം ബാക്കി എല്ലാവരും ഫ്ലാറ്റും BSE പൊട്ടുകയും ചെയ്തതോടുകൂടിയാണ് നല്ല രീതിയിൽ മിഡ് ക്യാപ്പിനകത്തൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടത്. അപ്പം നാളെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നാളെ നിങ്ങളുടെ കയ്യിൽ ലെവലുകളെല്ലാം ഇരിപ്പുണ്ട്. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഒന്നുകിൽ 689 മുകളിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് 582 താഴെ വരണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇല്ലെങ്കിൽ ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഏത് റെസിസ്റ്റൻസിലോ സപ്പോർട്ടിലോ ആണ് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇച്ചിരി നീണ്ടുപോയി, ക്ഷമിക്കുക. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.